അറബിക് യൂണിവേഴ്സിറ്റി ഉണ്ടാവണം. അറബി ഭാഷ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ സർക്കാരിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിൽ, ഈ ടെലിവിഷനിൽ ഉള്ള ക്ലാസ്സുകളിലൊക്കെ തന്നെ അറബി ഭാഷയ്ക്ക് പ്രാധാന്യം വരണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അറബി ഭാഷയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അത് വളരെ സങ്കടകരമാണ്. ഇന്ന് അറബി ഭാഷ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഭാഷ അറബി ഭാഷയാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരം ഉള്ള ഭാഷയും അതാണ്. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ബന്ധപ്പെടുന്നത് അറബ് രാജ്യങ്ങളെയുമാണ്. ആ നിലക്കൊക്കെ നോക്കുമ്പോഴേ കേന്ദ്രത്തിലായാലും കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തായാലും അറബി ഭാഷയോട് അവഗണന ഉണ്ട്. അത് മാറ്റുക എന്നത് അനിവാര്യമാണ്. അത് ഭാഷയോ സാഹിത്യത്തോടുള്ള സ്നേഹം ബഹുമാനം കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഭരണകൂടം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പല്ലേ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, ന്യൂജൻ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ്, ന്യൂജൻ കോഴ്സ് എന്നൊക്കെ പറഞ്ഞത്, അതിലേറ്റവും ന്യൂജൻ ആണ് അറബി പഠിപ്പിക്കുക എന്നുള്ളത്, തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നതിലും അറബി ഭാഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയുന്നതാണ് മറ്റ് പല ഭാഷകളെക്കാളും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ലോകത്ത് നെറ്റ്, ഇൻ്റർനെറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ കൂട്ടത്തിൽ ഇംഗ്ലീഷും കൂടെ അറിയുമെങ്കിൽ പഠിച്ച് പുറത്തിറങ്ങിയാൽ അന്ന് തന്നെ ജോലി കിട്ടുന്ന സാഹചര്യം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഇന്ന് അറബി ഭാഷക്കുണ്ട്. ആ നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സർക്കാർ കേരളത്തിൽ മലയാളം സർവകലാശാലയും അതുപോലെ സംസ്കൃത സർവകലാശാലയും ഒക്കെ ഉള്ള പോലെ അറബിക് സർവകലാശാലയും ആരംഭിക്കേണ്ടതാണ്. നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് സർവകലാശാലയുണ്ട്, ഫോറിൻ ലാംഗ്വേജ് സർവകലാശാലയുണ്ട്, സംസ്കൃത സർവകലാശാലയുണ്ട്, ഉറുദു സർവകലാശാലയുണ്ട്. ആ നിലയിൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള അറബിക് സർവകലാശാലയും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാവേണ്ടതാണ്. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകരായ ഒട്ടേറെ അധ്യാപകർ ഇന്ന് നിയമനം ലഭിക്കാതെ തെരുവിലാണ്. KER പ്രകാരം നിയമനം ലഭിച്ച് ജോലി ചെയ്യുന്ന ഈ അധ്യാപകർക്ക് ശമ്പളം നിഷേധിക്കുന്നു എന്നത് നീതീകരിക്കാൻ കഴിയാത്ത, ഈ അധ്യാപകരുടെ നിയമനം എത്രയും പെട്ടെന്ന് അംഗീകരിക്കണമെന്ന് ഞങ്ങൾക്ക് ഈ ധർണയിലൂടെ ആവശ്യപ്പെടാനുള്ളത്. അതേപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഭാഷാ 20ഓളം വർഷങ്ങളായി ഈ ആവശ്യം ഈ സർക്കാർ നിറവേറ്റണമെന്നാണ് ഞങ്ങൾക്ക് ഈ ധർണയിലൂടെ ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, കേരളത്തിലെ ഇന്ന് ഒട്ടേറെ തസ്തികകളിൽ നിയമനം നടക്കാതെയുണ്ട്. ഈ തസ്തികകൾ നിയമനം നടക്കാത്തത് മൂലം വിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. സമീപഭാവിയിൽ പാട്ട പോലെയുള്ള തസ്തികകളിൽ നഷ്ടപ്പെടാൻ ഇത് കാരണമായി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാ തസ്തികകളും നിയമനം പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ ധർണയിലൂടെ